കട്ടപ്പനയിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടും താലൂക്ക് ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കാത്തത് സംബന്ധിച്ചും കട്ടപ്പന നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും പരാതി നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. 1978 VT സെബാസ്റ്റ്യൻ കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വാങ്ങിയ സ്ഥലത്താണ് കട്ടപ്പന നഗരസഭാ കാര്യാലയവും സ്റ്റേഡിയവും സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റേഡിയത്തിലാണ് പൊതുജനങ്ങൾ വ്യായാമവും മറ്റ് പൊതു ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നതും. എന്നാൽ സ്റ്റേഡിയം ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം ആക്കുന്നതിനുള്ള നടപടികൾ മുനിസിപ്പൽ ഭരണസമിതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. പൊതുപരിപാടികൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗപ്രദമുള്ള സ്റ്റേഡിയം ഇൻഡോറാക്കി മാറ്റുന്നതിനെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. അത് അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും സ്ഥലം കണ്ടെത്തി. ഇപ്പോൾ ഈ പണം ഏതാണ്ട് 1-2 കോടി രൂപ മുടക്കിയാണ് ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ ഉദ്ദേശിക്കുന്നത്. ആ പൈസ ഉണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി, ഒരു 10-20 സെന്റ് സ്ഥലം കണ്ടെത്തി, അല്ലെങ്കിൽ കട്ടപ്പന ടൗൺ ഹാൾ ഇരിക്കുന്ന സ്ഥലം ഇപ്പം ടൗൺ ഹാൾ ഏതാണ്ട് വളരെ മോശമായ അവസ്ഥയിലാണ്. ആ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് 75 ലക്ഷം രൂപ മുടക്കി അത് വീണ്ടും പണിയാനാണ്, പുനരുദ്ധരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് തെറ്റായ തീരുമാനമാണ്. പണം എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന് മുനിസിപ്പാലിറ്റിക്ക് നഷ്ടമായിട്ട് വരുമല്ലോ. ആ സ്ഥലത്ത് ഒന്നെങ്കിൽ ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയാനായിട്ട് അതിന്റെ അടിയിൽ പാർക്കിംഗ് ഇട്ടുകൊണ്ട് ഷട്ടറും പറഞ്ഞുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം പണിയാനുള്ള നിലപാടെടുക്കണം. ഇൻഡോർ സ്റ്റേഡിയം നിലവിലുള്ള സ്റ്റേഡിയത്തിൽ നിർമ്മിച്ചാൽ സ്റ്റേഡിയത്തിന്റെ വിസ്തീർണം കുറയുകയും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധമാക്കുകയും ചെയ്യും. അതിനാൽ ഇൻഡോർ സ്റ്റേഡിയത്തിനായി മറ്റു സ്ഥലം കണ്ടെത്തണമെന്നാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൂടാതെ കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രി വികസനത്തിനായി സർക്കാർ അനുവദിച്ച 15 കോടി രൂപ നഗരസഭാ അധികൃതർ സ്ഥലമേറ്റെടുപ്പിൽ വരുത്തിയിരിക്കുന്ന അനാവസ്ഥ മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ താല്പര്യപ്പെടുന്നവർ അഴിമതി നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭാഗമായി ചില കാര്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അഴിമതിക്ക് വേണ്ടിയുള്ള സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ ഈ ഇൻഡോർ സ്റ്റേഡിയം പണിയുന്ന കാര്യമായിക്കോട്ടെ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് 20 ഏക്കർ ഹോസ്പിറ്റലിന് സ്ഥലം എടുത്തു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് പറഞ്ഞിട്ട് പോലും അതിനെല്ലാം അവഗണിച്ചിരിക്കുക. നഗരസഭ അധികൃതരുടെ നിരുത്തരവാദപരമായ നടപടി പിൻവലിച്ചില്ലെങ്കിൽ കട്ടപ്പന മുനിസിപ്പൽ LDFന്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും പരാതി നൽകി. LDF നേതാക്കളായ മനോജ് തോമസ്, MC ബിജു, ഷാജി കൂത്തോടി, രാജൻകുട്ടി മുതുകുളം, ആൽവിൻ തോമസ്, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.